Alden Skok, Kandara, a legend, chapter 1. Writer, director, actor, none other than Mr. Rishabh Shetty from the mighty Shetty gang. ഹോംബാലെ അന്ത പേരിലെ ഒരു ഗത്തിലേക്ക് ലോകം കാണുമ്പോഴേ നമുക്ക് പടം കാണാനുള്ള ഒരു മൂഡ് വരും. മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ കാന്താര ചെയ്ത പുള്ളി തന്നെ അജിനേഷ് ലോകനാഥ്, നോട്ട് കനകേഷ് ലോകരാജ്. DOP അരവിന്ദ് കശ്യപ്, എഡിറ്റർ സുരേഷ് മല്ലയ്യ. കിടുവൊക്കെയാണ്. പിന്നെ റെഡ് ചില്ലീസാണ് ഇതിൻ്റെ VFX പരിപാടി ചെയ്തിരിക്കുന്നത്. അന്യ ഗ്രേഡിങ്ങും VFX സെറ്റ് സാധനം. റെഡ് ചില്ലീസ് എന്ന് പറഞ്ഞാൽ പിന്നെ അറിയാലോ, SRKയുടെ. പിന്നെ നമ്മുടെ MR രാജേഷനാണ് സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ബംഗ്ലൻ പ്രൊഡക്ഷൻ ഡിസൈൻ കിടും. വല്ലയിടത്തും കിട്ടിയ കൊച്ച് വല്ലതും പറയും ഞാനെന്ത് ചെയ്യാനാണ്. ഇതിലെ ഡയലോഗ്സ് ഒക്കെ പൊളിയാം. അതായത് നല്ല രസമുണ്ട് ഡയലോഗ്സ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതി. പിന്നെ ഡബ്ബിങ് കൊള്ളാം. പിന്നെ നമ്മുടെ ജയറാം മേട്ടൻ കുറേ കാലത്തിന് ശേഷമാണ് വേറൊരു ഭാഷയിൽ ഒരു ചിത്രം ചെയ്തിട്ട് പൊളി സാധനം. കിടിലൻ ക്യാരക്ടർ കിടുവായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് ജയറാം മേട്ടൻ, എസ്പെഷ്യലി ഡബ്ബിങ്. രാജശേഖരൻ പയ്യൻ, ഗുൽഷൻ ദേവയ്യ ചെയ്ത ക്യാരക്ടർ തുടക്കത്തിൽ കുട്ടിയാവുന്നു, പിന്നെ വലുതാകുന്നു ജയറാമിൻ്റെ മോനായിട്ട്. അതൊരു നൈസ് ക്യാരക്ടറാണ്. കുറച്ചൊരു കോമിക്കൽ ബട്ട് സ്റ്റിൽ ഭയങ്കര വില്ലനിസം ഉള്ള ഒരു ക്യാരക്ടർ കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. ഇൻട്രോ ഫൈറ്റ് കിടുവായിരുന്നു. ഒരു അപ്പോക്കാലിപ്റ്റോ വൈബൊക്കെ ആയിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത്. അതുപോലെ ക്ലാസ് എന്നെല്ലാം പറയുന്നത്. ബട്ട് കൈൻഡ് ഓഫ് കാട്, കടുവ, പിന്നെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, കാട് പശ്ചാത്തലമായിട്ടുള്ള, പിന്നെ കാടിനകത്തുള്ള പിന്നെ കാട്ടുവാസികൾ എന്ന് സിനിമയിൽ തന്നെ പറയുന്നതാണ്, ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള. പക്ഷേ ഫസ്റ്റ് ഹാഫ് വാസ് ലൈക്ക് കാന്താര പോലെ തന്നെ. കാന്താരയുടെ ഫസ്റ്റ് ഹാഫ് ഒരു ടിപ്പിക്കൽ കന്നഡ ഒരു സംഭവമായിരുന്നല്ലോ. പക്ഷേ അവസാനമല്ലേ കയറിയത്. അതുപോലെ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ കുറേ എന്തോ കാണിക്കുന്നുള്ള പോലത്തെ കുറേ പരിപാടിയായിരുന്നു, കുറേ സമയം. പക്ഷേ സമയം പോകുന്നുണ്ട്, പക്ഷേ വാട്ട്സ് ഹാപ്പനിങ് ഒരു ക്ലാരിറ്റി ഇല്ല. കുറേ എന്തൊക്കെയോ ഇങ്ങനെ കാണിക്കുന്നു. ഈ കാന്താര എന്ന് പറഞ്ഞ ആ ഒരു പ്ലേസിനെ, അതിനെയാണ് എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത് ഈ സിനിമയ്ക്കകത്ത്. അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ. പിന്നെ റൈവൽറി, ഇന്നത്തെ ജയറാമിൻ്റെ ക്യാരക്ടറായിട്ടുള്ള രാജാവായിട്ടുള്ള റൈവൽറി പരിപാടിയാണ്. പക്ഷേ ഫസ്റ്റ് ഹാഫ് വാസ് ലൈക്ക് എന്തുവാ കാണിക്കുന്നത് എന്നുള്ള അങ്ങനെയുള്ള ഫീലിംഗ് എനിക്കുണ്ടായിട്ടുള്ളത്. എൻ്റെ മനോവികാരങ്ങളെ തോണി ഉണ്ടാക്കുകയാണെങ്കിൽ മുക്കാനും അറിയാം. അങ്ങനെ കുറേ ഡയലോഗ്സ്. പിന്നെ കടപ്പതിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ മാളികപ്പുറത്തിൽ വില്ലനല്ലേ പുള്ളിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ കുറേ പരിപാടി. അതിനിടയ്ക്ക് ഒരു എലുമ്പൻ, അറബി പറഞ്ഞ എലുമ്പൻ. അങ്ങനെ പോണാണ് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫ് ഈസ് ലൈക്ക് ഫയർ. ശരിയാ തീ സാധനം. പിന്നെ ഇതിലൊരു എലിവേഷൻ സീനോടുകൂടിയാണ് പടം ഹൈ ആവുന്നത്. ഭയങ്കരமான ഹൈ ആവുന്നത്. പിന്നെ മറ്റേ സിഗ്നേച്ചർ സ്കോർ ഉണ്ടല്ലോ, ആ സാധനമല്ലേ, അത് പിന്നെ തുടക്കത്തിൽ യൂസ് ചെയ്യുന്നില്ല. ടുവേർഡ്സ് ക്ലൈമാക്സ് ആണ് അത് പഠിക്കുന്നത്. ഒരു എലിവേഷൻ സീനുണ്ട്, അന്യായ പരിപാടി. ഒരു ഷോട്ടുണ്ട്, ഒരു മൂണൊക്കെ കാണിച്ച് മൂണിൻ്റെ ഇടയിൽ കൂടെ ചാടുന്നത്, ബാക്ക്ഗ്രൗണ്ടിൽ മൂണ്. അത് അന്യായ സാധനമായിരുന്നു. അത് ഭയങ്കര എലിവേഷൻ സീനായിരുന്നു. അത് കാന്താരയുടെ ക്ലൈമാക്സിൽ നമുക്ക് കിട്ടിയ ഒരു രോമാഞ്ച സാധനമല്ലേ, ഫയർ സാധനം, അത് അവിടെ കിട്ടി. പിന്നെ പക്ഷേ പടം എങ്ങനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. കാരണം പിന്നെ ഒരു സെക്കൻഡ് ഹാഫ് കിടക്കുമല്ലേ. പക്ഷേ അവിടെയാണ് ഋഷഭ് ഷെട്ടി അറിഞ്ഞ് പണിതത്. രുക്മിണി വാസന്ത് കൊടൂരം അന്യ ക്യാരക്ടർ ആപ്പാരയുടെ ചെയ്തിട്ടുണ്ട്. അതായത് സ്ത്രീയാണ്. ആ സ്ത്രീയുടെ പവർ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. കിട്ടില്ല സാധനം. സെക്കൻഡ് ഹാഫ് യുദ്ധം. ഞാൻ പറഞ്ഞില്ല, അന്യായ വിഷ്വൽസ്, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ലെവൽ വിഷ്വൽസ്. പിന്നെ സൗണ്ടിങ്, അതുപോലെ തന്നെ VFX, കളറിങ്, ഗ്രേഡിങ് പരിപാടിയൊക്കെ വെച്ചിട്ട് സെറ്റ് സാധനം. പിന്നെ ഋഷഭ് ഷെട്ടിയുടെ മറ്റേ ബാധകരൻ സാധനമല്ലേ, അത് സെക്കൻഡ് ഹാഫിൽ എൻ്റെ മോനെ ടുവേർഡ്സ് ക്ലൈമാക്സ് ഒക്കെ ഒരു രക്ഷയില്ല. ടൈലൻറ്റ് ഭയങ്കര റൊമാൻസിഫിക്കേഷൻ സാധനമായിരുന്നു. കാരണം ആ തിയേറ്ററിൽ നിന്ന് കാണുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തങ്ങ് കയറും. നമ്മൾ കയറിക്കഴിഞ്ഞിട്ട് നമുക്ക് ബാധ കയറില്ലേ. ശരിക്കും ബാധ കയറുന്ന ആളുകൾക്ക് മറ്റേ തെയ്യത്തിലൊക്കെ കയറുന്നില്ലേ, കണ്ണൂർ ഭാഗത്തുള്ളവർക്ക് അറിയാം. തെയ്യത്തിന് ബാധ കയറും പോലെ നമുക്കൊന്ന് കയറും. കാരണം ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് ശരിക്കും കിട്ടുന്നുണ്ട്. ബ്രഹ്മരക്ഷസ് വരുന്നുണ്ട്, ചാവുണ്ടി വരുന്നുണ്ട്. പക്ഷേ ബ്രഹ്മരക്ഷസ് എനിക്കൊരു കുറച്ചൊരു കോമഡി പീസ് പോലെ തോന്നിയത്. കാരണം അത് കാണുന്ന സമയത്ത് സീരിയസ് ആയിട്ട് വികാരം ഇടുക ബ്രഹ്മരക്ഷസ്. പക്ഷേ കൈൻഡ് ഓഫ് ഹനുമാൻ അങ്ങനത്തെ ഒരു ഫേസൊക്കെ ആയിട്ട് അതൊരു എനിക്ക് കോമഡി ആയിട്ടാണ് തോന്നിയത്. ഐ മീൻ ആ ക്യാരക്ടർ സ്ക്രീനിൽ കണ്ടപ്പോഴേ അപ്പിയറൻസ് കൈൻഡ് ഓഫ് കോമഡി പീസ്. ബട്ട് അതൊന്നുമല്ല. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് നമ്മൾ അങ്ങ് വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ ഫോർ ദ സെക്കൻഡ് ഹാഫ് യുദ്ധം പരിപാടി, ഇദ്ദേഹത്തിൻ്റെ ബാധകാരിൽ കാന്താര തിങ് ഉണ്ടല്ലോ, ആ കാന്താര തിങ് കാണാൻ വേണ്ടിയിട്ട് കാന്താര ഫസ്റ്റ് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഉറപ്പായിട്ട് ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് മുതലങ്ങ് തീ പിടിക്കും. ഇനി വരുന്നുണ്ട്, ഇത് കഴിഞ്ഞിട്ടില്ല, പരിപാടിയിൽ വരുന്നുണ്ട്. അപ്പോൾ
വലിയൊരു സംഭവമാണ് ഋഷഭ് ഷെട്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈസിലി ഇത് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ഇതിൻ്റെ സീക്വൽസ്.